വേടെ നമ്മള് വാളൊക്കെ എവിടെ? ഞങ്ങൾ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പൊ ഞങ്ങൾ ഇന്ന് കുറേ കാലമായി ഞങ്ങൾ ആറ്റുനോറ്റുണ്ടാക്കി. ഇന്ന് എന്താ പരിപാടി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം? ഉച്ചയ്ക്ക് ശേഷം എന്താ നമുക്ക് പരിപാടി? കരവട്ടാൻ പോകല്. എന്താ നമുക്ക് സ്പെഷ്യൽ അമ്മ? ഇന്നത്തെ സ്പെഷ്യലാണ് ഞാൻ നനച്ചുണ്ടാക്കിയ റോബസ്റ്റ്. ഏകദേശം എത്ര കിലോ ഉണ്ടാവും? ഒരു 30-35 കിലോ ഉണ്ടാവും. വാവ്! എന്താ പറയുക, കുറേ കാലമായി ഞങ്ങൾ ആറ്റുനോറ്റുണ്ടാക്കിയൊരു കൊലയുണ്ട്. അത് ഞങ്ങളിന്ന് വെട്ടാൻ പോവുകയാണ്. ഏകദേശം ഒരു 35 കിലോൻ്റെ മുകളിലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് കൂടെ കാണേണ്ടത് കാണിച്ചു തരാം. ഗൈസ്, ഞങ്ങൾ പോവുകയാണ്. വരൂ അമ്മമ്മ, വിധി പോവാം. ഞങ്ങൾ ദൂരെ എങ്ങോട്ടുമല്ല പോകുന്നത്. ഞങ്ങൾ വീടിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് നട്ട് വളർത്തിയിരിക്കുന്നത്. ഒരു പുന്നാര തൈയാണ്. ഞാൻ കാണിച്ചു തരാം. എവിടെ നമ്മളെ വാളൊക്കെ എവിടെ? ഞങ്ങൾ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ വരും. അതിന് മുമ്പ് കാണിച്ചു തരാം. വീരല്ലേ. ഓ മൈ ഗോഡ്. ചേട്ടണ പഴുത്തിട്ടുണ്ടല്ലേ അപ്പുറത്ത്. നമ്മൾ മൂത്തത് അറിഞ്ഞില്ല. ഞങ്ങൾ ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് എന്താ ഇങ്ങനെ പഴുത്തെടുക്കണം കാണുന്നത്. എന്താ ഞെങ്ങുന്നുണ്ട്. നമുക്ക് ആൾ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഓമരിച്ച് വളർത്തിയ കൊലയാണ്. ഇപ്പോൾ ഇതിനിപ്പോൾ 3-4 മക്കളുണ്ടായിട്ടുണ്ട്. 4 മക്കൾ നമ്മൾ മാറ്റി കുഴിച്ചിടും, ഉറപ്പായിട്ട് മാറ്റി കുഴിച്ചിടും. ഇത് ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള ഒരു ഫ്ലോറയിൽ നിന്ന് മേടിച്ചതാണേ. ഒരു പ്രത്യേക തരം ഇനം ആണെന്നാണ് പറഞ്ഞത്. അതായത് റോബസ്റ്റ് പഴം പഴുത്ത് കഴിഞ്ഞ് സാധാരണ പച്ച കളറല്ലേ, ഇത് മഞ്ഞ കളറായിട്ട് മാറും. അപ്പം കുറച്ചുകൂടെ സാധാ റോബസ്റ്റിനെക്കാട്ടും നല്ല റേറ്റ് കിട്ടും. അത് മാത്രമല്ല ഭയങ്കര മധുരമായിരിക്കും. നോർമൽ റോബസ്റ്റിനെക്കാട്ടും ഇരട്ടി മധുരം ഉണ്ടാവുന്നതായിരുന്നു അവർ പറഞ്ഞത്. ഞങ്ങൾ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വെട്ടാനാണ് വിചാരിച്ചത്. പക്ഷേ അമ്മ അത് എന്തോ ഭാഗ്യത്തിന് പഴുത്തത് കണ്ടു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തേക്ക് വെക്കുവാണെങ്കിൽ മൊത്തത്തിൽ പഴുത്തു പോകും. അപ്പം നമുക്ക് വിചാരിച്ച പൈസയൊന്നും കിട്ടൂല. കാരണം റോബസ്റ്റ് ഒന്നും നമുക്ക് ഒരുപാട് ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പുറത്ത് കൊടുത്തിട്ട് ആവശ്യമുള്ള അവിടുന്ന് മേടിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ അത് മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളെ കൊല വെട്ടാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട്. അമ്മയുടെ അച്ഛൻ്റെ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ വിളിച്ചപ്പോൾ ഓടി വന്നു. ഞങ്ങൾ 2 പെണ്ണുങ്ങളും എങ്ങനെ വിചാരിച്ചാലും ഈ വാഴക്കൊല പൊക്കാൻ പറ്റില്ല. കാരണം അത്ര വെയിറ്റ് ഉണ്ട്. നിലത്ത് കുത്താതെ കൊല മുറിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. കാരണം അത് കടയിലേക്ക് കൊടുക്കേണ്ടതാണല്ലോ. ശാലുവേട്ടൻ വന്നപ്പോൾ തന്നെ കൊടുവാളൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ചപ്പും ചവയിലേക്കൊന്ന് മാറ്റി ഇട്ടാൻ പറ്റുന്ന പാകത്തിൽ അതിനൊന്ന് ക്ലിയർ ആക്കി എടുത്തു. റോബസ്റ്റ് വളരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇല ഇങ്ങനെ ഉണങ്ങി വരുമല്ലോ. ആ ഇല വെച്ച് അമ്മ ഇങ്ങനെ പൊതിഞ്ഞ് ഒരു കുട്ടീനെ വെക്കണത് പോലെ പൊതിഞ്ഞ് കൊണ്ടു നടന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് അത് ഉണ്ടായത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യത്തെ വെട്ടാൻ പോവുകയാണ്. വാഴക്കുലയും വളരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വെയിറ്റ് കൂടിയിട്ട് അതിങ്ങനെ വീഴാതൊക്കെയാണ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഒരു കയറ് വെച്ചിട്ട് ജനലിൻ്റെ കമ്പീൻ്റെ മുകളിൽ കെട്ടിയിട്ടു. അപ്പോൾ നമ്മൾ വെട്ടി ഏകദേശം അത് താഴെ ഇറക്കാനുള്ള പരിപാടിയിലാണ്. കുല നിലത്ത് കുത്തിപ്പോവാതിരിക്കാൻ അമ്മ നന്നായിട്ട് അടിയിൽ പിടിച്ചിരിക്കുന്നുണ്ട്. താഴെ കുത്തിപ്പോയിട്ടുണ്ടെങ്കിൽ കുല മുഴുവൻ ഡാമേജ് ആവും. അതുകൊണ്ട് അമ്മ ഭയങ്കര ശക്തിയിൽ അത് പിടിച്ചു വെച്ചിട്ടുണ്ട്. 2 വെട്ടിൻ്റെ സാധനം നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട്. അതെടുത്ത് ഭയങ്കര വെയിറ്റ് പൊന്തിക്കാൻ തന്നെ പറ്റണില്ല. എങ്ങനെയോ ശാലവേട്ടൻ അത് മുറ്റത്ത് എത്തിച്ചു. ഇപ്പം എൻ്റെ അമ്മയുടെ മനസ്സിലൊരു പാട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. സിംഗപ്പെണ്ണേന്ന് പറഞ്ഞ പാട്ട്. കാരണം അമ്മയ്ക്ക് അത് വെട്ടിയപ്പോൾ മുതൽ അമ്മ ഭയങ്കര സന്തോഷമാണ്. ഡ്രസ്സിൻ്റെ മുകളിലേക്ക് കൊല കടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് വരാനായിരുന്നേ പറഞ്ഞത്. എന്താണെന്നറിയില്ല, സ്കൂട്ടറായിട്ട് വന്ന എങ്ങനെ ഈ കൊല കൊണ്ടുപോകാൻ ഒരു ഐഡിയ ഇല്ല. പക്ഷേ എങ്ങനെയെങ്കിലും നമുക്ക് കടയിൽ എത്തിക്കണം, അതായിരുന്നു ടാസ്ക് ആയിരുന്നു ഞങ്ങൾക്കത്. കാരണം കൊല അത്രയ്ക്കും വെയിറ്റ് ഉണ്ട്. നമുക്ക് വണ്ടിയിൽ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വീണു പോയാലോ എന്നുള്ള പേടി നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് കെട്ടിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നോക്കാം നമുക്ക് എങ്ങനെ അത് കെട്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. വെട്ടിയ ഭാഗത്തു നിന്ന് നന്നായിട്ട് കറ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഒരു കവർ വെച്ച് മൊത്തത്തിൽ കെട്ടി. അമ്മ ഒരു തുണി ഇടിക്കി, തുണി
അങ്ങനെ ഞങ്ങൾ വാഴക്കുല വണ്ടിയിൽ വെച്ച് കെട്ടാമെന്ന് വിചാരിച്ചു. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. കടയിൽ പെട്ടെന്ന് തന്നെ എത്തിക്കണം. കാരണം റോബസ്റ്റ് ഇങ്ങനെ സമയം കൂടുന്നോളം പഴുത്ത് വരും. കാരണം അത് അങ്ങനത്തെ ഒരു പഴമാണല്ലോ, സാധാരണ പഴം പോലെയല്ല അത്. പഴുത്ത് തുടങ്ങിയാൽ പിന്നെ അത് ഒറ്റൊന്നും നിൽക്കില്ല. അങ്ങനെ ഈ ഉരിഞ്ഞ് വീഴും, അതുപോലെ വീണു പോവും. ഇപ്പോൾ തന്നെ ഫസ്റ്റത്തെ ആ പടലേൻ്റെ അടുത്തുനിന്ന് ഒന്ന് ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ വീഴാനായിട്ടുണ്ട്. അമ്മമ്മ അതിനിടയ്ക്ക് വാഴക്കൊല വെക്കാനുള്ള തുണിയൊക്കെ എടുത്തു. തുണീൻ്റെ മുകളിൽ നമ്മൾ വാഴക്കൊല വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ തുണീൻ്റെ മുകളിൽ കുല വെച്ച് ഇനി കെട്ടണം നമുക്ക്. വണ്ടിയിൽ നമുക്ക് പിന്നാലെ പോവാം. അങ്ങനെ ശാലേട്ടൻ കയറെടുത്തു. വാഴക്കൊല ആ കൊല മുഴുവനായിട്ട് വരിഞ്ഞ് വണ്ടീനകത്ത് വെച്ച് കെട്ടി ബന്ദ് പാസ്സാക്കി. ഇനി ഇളകിയാൽ വീഴാൻ പറ്റാത്ത രീതിയിൽ അപ്പത്തേക്ക് ഇത് ഉണ്ടാവൂല അവിടെ. അത് വാങ്ങിയിട്ട് പോരി ഒരുമിച്ച് പോവാം. കുല ഉണ്ടായി വന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് ചാലിയിട്ടാണ് ഉണ്ടായത്. അപ്പം വെട്ടുമ്പോൾ കുറേ ചപ്പൊക്കെ അവിടെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളെ കണ്ടത്തിലേക്ക് ഇട്ട് അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതായത് കറക്റ്റ് റേറ്റ് പറയണം, കുറച്ച് കൊല തിരിച്ച് മേടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അങ്ങനെ വണ്ടി നമ്മൾ എടുത്ത് നേരെ ഇനി കടയിലേക്ക് പോവുകയാണേ. കൂടെ നമ്മളും വണ്ടിയിൽ പോവുകയാണ്. അമ്മയും ഞാനും കൂടെ സ്കൂട്ടർ എടുത്തിട്ട് കടയിലേക്ക് ഒരുമിച്ച് പോവുകയാണ്. പിന്നാലെ വെച്ച് പിടിക്കാൻ പോവുകയാണ്. കൊലയെ യാത്ര ആക്കിയ അമ്മ. അങ്ങനെ ഞങ്ങൾ ശാലുവേട്ടൻ്റെ പിന്നാലെ വണ്ടിയായിട്ട് വന്നു. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്, അതായത് മൈത്രി. ഞങ്ങൾ എല്ലാവിധ സാധനങ്ങളും ഇവിടെ നിന്നാണ് മേടിക്കാറുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് വരെ തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് കൊടുക്കാൻ വിചാരിച്ചത്. ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, കൊലയൊക്കെ കഴിച്ച്. അപ്പോൾ അവർ വന്ന് നോക്കി ഇനി റേറ്റൊക്കെ പറഞ്ഞു തൂക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തൂക്കാനുള്ള പരിപാടിയിലാണ്. അമ്മയുടെ മുഖത്തുള്ളൊരു സന്തോഷം കണ്ടോ? കാരണം അമ്മ അത് ചെറിയ കുട്ടിയമ്മ കൊണ്ട് കുളിച്ചിട്ടാണ് അത് ഉണ്ടായതിൻ്റെ അത് വിൽക്കാൻ കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷമാണ് ആ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കടയിലെ ചേട്ടൻ വന്നു. അതിൻ്റെ കൊളുത്തില്ലേ അത് കറക്റ്റായിട്ട് മുറിച്ചു. അത് മുറിച്ച് കളഞ്ഞിട്ടാണ് അതിൻ്റെ വെയിറ്റ് എടുക്കുക. ഗൈസ്, അപ്പം നമ്മൾ തൂക്കാൻ പോവുകയാണേ. തൂക്കാൻ വേണ്ടിയിട്ട് നേരെ മൈത്രിയുടെ കുറച്ച് ബാക്കിലായിട്ട് റൂമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ തൂക്കുന്നത്. അപ്പോൾ എത്ര കിലോ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വിചാരിച്ച അത്രയുണ്ടോ എന്ന് നോക്കാം. എത്ര കിലോ ഉണ്ടാവേ? 40 കിലോ. ഗൈസ്, 40 കിലോ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു 30-35 ഒക്കെ ഉണ്ടെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. 40 വരെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞങ്ങൾക്കിപ്പോൾ ആള് ക്യാഷ് തരുവാണ് കണക്ക് കൂട്ടിയിട്ട്. അതിൽ 5 കിലോ ഞങ്ങൾ മേടിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്കും കുറച്ച് കഴിക്കണം, തൊട്ടയൽവക്കക്കാർക്കും കുറച്ച് കൊടുക്കണം. കാരണം അത് വളരുന്നതനുസരിച്ച് കുറേ പേര് അതിൻ്റെ മുകളിൽ നോട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ കൊടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ക്യാഷൊക്കെ കിട്ടി. ഞങ്ങളെ വാഴക്കുലയുടെ റേറ്റ് കച്ചവടമാക്കി തിരിച്ച് വീട്ടിലേക്ക് പോവാം. അമ്മ സാറ്റിസ്ഫൈഡ് ആയോ? അമ്മ ഭയങ്കര ഹാപ്പിയാണ്. കൊലയൊക്കെ വെറ്റി പൈസ ഒക്കെ കിട്ടിയപ്പം അതിൻ്റെ കിട്ടിയ പൈസയിൽ ഞങ്ങൾ ചായക്ക് കുറച്ച് കടിയൊക്കെ മേടിച്ചു. മൈത്രിയിൽ ചേട്ടൻ പറഞ്ഞത് 5 കിലോ രാത്രി അച്ഛൻ വരുമ്പം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു വിടാനാണ്. അതൊക്കെ കേട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ, സൈനിങ് ഓഫ്.